ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി വരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫണ്ടിങ് സ്പെൻഡ് ചെയ്യുന്നിടത്താണെങ്കിലും വേറെ എന്തിലാണെങ്കിലും. അപ്പോൾ ഞാൻ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫെയിലിയർ ചെയ്ത ഒരാളായത് കൊണ്ട് തന്നെ എനിക്ക് അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഫണ്ട് എവിടെ യൂസ് ചെയ്യണം. മുമ്പ് ഒരുപാട് തോറ്റിട്ടുണ്ട്. അതെ അതെ, ഒരുപാട് തോറ്റുള്ളത് കൊണ്ട് എനിക്കറിയാം ഫണ്ട് എവിടെ കറക്റ്റ് യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യരുത് എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ ലേണിങ്സ് ഉണ്ട്. ഏത് പോയിന്റിലാണ് ഫണ്ടിങ് ഏകദേശം ആവശ്യമല്ല അത്യാവശ്യം വരിക എന്നുള്ളത് ആ സമയത്ത് തന്നെ ഫണ്ടിങ്ങിലോട്ട് എത്തി പറ്റുന്നത്. മെന്റിയെ കുറിച്ച് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമോ, നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ഒന്ന്? വെൽക്കം ടു ക്ലാരിറ്റി ഫൗണ്ടേഴ്സ് ഡെസ്ക്. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഫാസിൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു യങ് ഓണ്ടർപ്രണറാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പും അതിന് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് അച്ചീവ്മെൻറ്റ്സും ഫണ്ടിങ്ങും ഒരുപാട് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാസിൽ, ഇന്ന് വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. വെൽക്കം ടു ദി പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. ഫാസിൽ, ആക്ച്വലി നമ്മൾ പലപ്പോഴും യങ് സ്റ്റാർട്ടപ്പുകൾ ഇന്ന് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നൊരു പോയിൻ്റാണ് ഫണ്ടിങ് റേസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഫാസിലിനെ കണക്ട് ചെയ്യുന്നതും പരിചയപ്പെടുന്നതൊക്കെ ആ ഒരു ഫണ്ടിങ്ങിൻ്റെ ന്യൂസ് ഞാൻ ഓൺലൈനിൽ കണ്ട് ഞാൻ ഫാസിലിനെ കണക്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഫണ്ടിങ്ങിലേക്കുള്ളൊരു ജേണി? ഇല്ല, ഫണ്ടിങ്ങിലേക്ക് എത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് മൊമെന്റ് ആണ്. അതായത് ഫസ്റ്റിലെ ഞാൻ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടല്ലായിരുന്നു ഈ ഒരു സ്റ്റാർട്ടപ്പോ ബാക്കി കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. ലൈക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്തു. അപ്പം എൻഡ് ഓഫ് ദ പോയിന്റ് ലൈക്ക് എനിക്ക് ഫണ്ടിങ്ങിന്റെ ഒരു ആവശ്യം വന്ന സമയത്ത് പോലും എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് ഫണ്ടിങ് എത്രത്തോളം ഒരു ചലഞ്ചിങ് വന്നിട്ടില്ലായിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും മേ ബി എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തന്നിട്ടുള്ളത്. ലൈക്ക് ഇപ്പം നമ്മളിനി എങ്ങനെ ഫണ്ടിങ്ങിലോട്ട് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു കമ്പനിയുടെയും ഒരു പോയിന്റ് എത്തി കഴിഞ്ഞാൽ നമുക്കിനി കുറച്ചുകൂടിയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി വരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫണ്ടിങ് സ്പെൻഡ് ചെയ്യുന്നിടത്താണെങ്കിലും വേറെ എന്തിലാണെങ്കിലും. ഈവൻ ദോ ഞാൻ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫെയിലിയർ ചെയ്ത ഒരാളായത് കൊണ്ട് തന്നെ എനിക്ക് അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഫണ്ട് എവിടെ യൂസ് ചെയ്യണം. മുമ്പ് ഒരുപാട് തോറ്റിട്ടുണ്ട്. അതെ, ഒരുപാട് തോറ്റുള്ളത് കൊണ്ട് എനിക്കറിയാം ഫണ്ട് എവിടെ കറക്റ്റ് യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യരുത് എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ ലേണിങ്സ് ഉണ്ട്. അപ്പം എനിക്കറിയായിരുന്നു ഓക്കെ ഏത് പോയിന്റിലാണ് ഫണ്ടിങ് ഏകദേശം ആവശ്യമല്ല അത്യാവശ്യം വരിക എന്നുള്ളത് ആ സമയത്ത് തന്നെ ഫണ്ടിങ്ങിലോട്ട് എത്തി പറ്റുന്നത്. മെന്റിയെ കുറിച്ച് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമോ, നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ഒന്ന്? മെന്റിക്ക ഇപ്പോൾ എൻ്റെ റീസെൻ്റ്ലി ഏകദേശം ഒരു 1.5-2 ഇയേഴ്സിനാവുന്നേ ഉള്ളൂ. അതൊരു മെഡ്ടെക് പ്ലാറ്റ്ഫോം ആണെന്ന് പറയാം. ഞങ്ങളൊരു 6 ഫേസ് ആയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫേസാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്പേർട്സിനെയും ലേണേഴ്സിനെയും കണക്ട് ചെയ്യിപ്പിക്കുന്നത്. അതിൽ പ്ലസ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സഹായത്തോടു കൂടി കാര്യങ്ങളെ ഈസിയാക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഇത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ വിചാരിക്കും സ്റ്റാർട്ടപ്പ് പൈസ കിട്ടുക എന്നുള്ള ഫണ്ടിങ് കിട്ടുക എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളത് വലിയൊരു അടുത്ത സ്റ്റേജിലൂടെ കൊണ്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കാണിക്കേണ്ടി വരും എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്കത്ര എന്തൊരു ആവശ്യം വന്നിട്ടില്ലായിരുന്നു. ഏകദേശം ആ പ്രൊഡക്റ്റിന്റെ ഒരു ഐഡിയ ഇപ്പൊ നിലവിൽ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് പ്രൊജക്ട് ഉള്ളത്. കറക്റ്റ് ഇപ്പോൾ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണുള്ളത്. അപ്പോൾ സ്റ്റിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റിസർച്ച് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ. അപ്പൊ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇത് ഫസ്റ്റ് പ്രൊജക്ട് അല്ല, മുമ്പും പ്രൊജക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ ഒരു സ്റ്റാർട്ടപ്പ് ഏതായിരുന്നു ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ടായത്? 2019 ഓസ്കാസ്. ഞാൻ ഡൽഹിയിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു മെട്രോ സ്റ്റേഷന്റെ പേരാണ് ഓസ്കാസ് എന്നുള്ളത്. അപ്പോൾ എനിക്കറിയാം സം നെയിംസിലേക്ക് അത് കുറച്ചുകൂടി ഫിമിലർ ആയിരിക്കും. ഓസ്കാറിലെ എല്ലാ കുട്ടികൾക്കും അറിയുന്ന പേരാണ്. അപ്പോൾ ഒരു ക്യൂരിയസിന്റെ പുറത്ത് പേര് എന്തായിരുന്നു ആക്ച്വലി ഒരു D2C പ്രൊഡക്റ്റ്. D2C ലൈക്ക് ആമസോണിലൂടെയൊക്കെ സാധനം സെല് ചെയ്യാന്നുള്ളത്. പക്ഷേ പ്രൊഡക്റ്റ് ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ളത് അന്ന് കൊറോണയുടെയൊക്കെ ഏകദേശം ഒരു ടൈമാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ നാട്ടിലെ സാധാരണ ഉമ്മമാരൊക്കെ പണ്ട് നമുക്ക് ഈ ചകിരി എടുത്തായിരുന്നു മേത്തൊക്കെ ഈ മണ്ണ് കളിച്ച് വന്നാൽ നമ്മൾ കുളിപ്പിക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. ശരിക്കും ആ സാധനത്തെ ഞാൻ ബ്രാൻഡ് ചെയ്തു. അടിപൊളി പാക്കിങ് കാര്യങ്ങളൊക്കെ ആക്കി. എനിക്ക് വെറുതെ കിട്ടുന്ന സാധനത്തിന് 10-200 രൂപ ചാർജ് എല്ലാം വെച്ചിട്ട് ഞാനത് ആമസോൺ പ്ലാറ്റ്ഫോമിലൂടെ സെല് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു സോഴ്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? സോഴ്സിംഗ് ഏർലി സ്റ്റേജ് ഡെഫിനറ്റ്ലി നമ്മളെ വീട്ടിലുള്ള സംബന്ധം എടുത്ത് തുടങ്ങി. പിന്നീട് അതിന് കുറച്ചുകൂടി ക്വാളിറ്റി വരുത്തണമെന്നും അത് അല്ലെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്ക് എല്ലാം ഞാൻ ഫസ്റ്റ് മുതൽ എടുക്കുകയായിരുന്നു. കാരണം എനിക്കൊരു സ്റ്റാർട്ടപ്പ് വർക്ക് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം. കസ്റ്റമർ പ്രോസ്പെക്റ്റീവ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, കസ്റ്റമർ പ്രോസ്പെക്റ്റീവ് സാധനം ഡെലിവറി ചെയ്യുക എന്നുള്ളത്. എപ്പോഴാണെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു നടൻ അല്ലെങ്കിൽ അതിലൊരു ഹീറോ എന്ന് പറയുന്നത് കസ്റ്റമറാണ്. ഒരിക്കലും പ്രൊഡക്റ്റോ നമ്മളോ അല്ല. ഡെഫിനറ്റ്ലി കസ്റ്റമറാണ് അതിൻ്റെ ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ അത് മാറിയിട്ട് അതിൽ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി ഫിൽട്രേഷൻ കാര്യങ്ങൾ കൊണ്ടുവന്നു.
പല രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതെങ്ങനെയായിരുന്നു? നല്ല രീതിയിൽ റവന്യൂ മേക്ക് ചെയ്തിട്ടുണ്ടോ? അത് നല്ല രീതിയിൽ റവന്യൂ മേക്കിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് കൊറോണ അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഞാൻ നോർത്തിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഉം. ഗുർഗാവിലായിരുന്ന സമയത്ത് ഓയോ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്കറിയാം ശരിക്കും അവിടെയുള്ള ആളുകൾക്ക് ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ശരിക്കും നമ്മുടെ ഉം. നാട്ടിലുള്ളത് കൊണ്ടാണ് നമുക്ക് അത്രത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര വില അല്ല ട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് മനസ്സിലാവാതിരുന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നോക്കുന്ന സമയത്ത് എല്ലാവരും ആയുർവേദം ഒക്കെ ഇത് ആ സമയത്ത് ഒരു പ്രധാനമന്ത്രി പ്ലേറ്റ് മുട്ടാൻ വേണ്ടി കുറേ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എവിടെയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ആവും എന്നുള്ളത്. ഉം. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് ശരിക്കും ഞാൻ ഓയോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഞാൻ കേട്ട് കീവേഡ് എന്നുള്ള വേർഡൊക്കെ ആ ഒരു ടേം ഒക്കെ ഫസ്റ്റ് ടൈം അന്നാണ് കേൾക്കുന്നുള്ളത്. ഉം. ഉം. അപ്പോൾ കീവേഡ് റിസർച്ച് കാര്യങ്ങൾ എന്നൊക്കെ കാര്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി കൊറോണ സംബന്ധിച്ച് കുറെ കീവേഡ്സ് കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെറ്റാഡ്സ് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പതിയെ പതിയെ റീച്ച് ആവുന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. അന്ന് ഇതിന്റെയൊക്കെ അവയർനെസ് കിട്ടുന്നത് കം- ഓയോ എന്നാണോ? അല്ല ഓയോ എന്നല്ല, പക്ഷെ ഓയോ എന്നാണ് എനിക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ബോധ്യമാവുന്നുള്ളത്. ലൈക്ക് പണ്ട് പറയാലോ യു ആർ ആവറേജ് ഓഫ് അറൗണ്ട് ഓഫ് 5 എന്ന്. സിമിലർലി കാരണം ഓയോ വർക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഹൈലി ക്വാളിഫൈഡ് ആളുകളാണ്. NIT നിന്നും BIT നിന്നും IIM നിന്നും വരുന്ന ആളുകൾ മാത്രം. ഓയോയില് ഫൗണ്ടർ ഓഫീസിലായിരുന്നോ? അതെ, കറക്റ്റ്. ഫണ്ട് ഓഫീസിലായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് ആവും. ഈ 9 to 5 മാത്രമല്ല, സാലറി മാത്രമല്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അവിടെ നിന്നാണ് പതിയെ പതിയെ ഇങ്ങനത്തെ തോട്ടും കാര്യങ്ങളും വന്നിട്ട് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലോട് വരുന്നതും. D2C ചൂസ് ഒറ്റ കാരണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ അന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അത് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത രീതിയിൽ ചെയ്യണമെന്ന്. കാരണം പല ആളുകളും ഇപ്പോൾ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവത്തെ ട്രൈ ഔട്ട് ചെയ്യുക, Correct, correct. പൈസ ഇല്ലെങ്കിൽ ഒരുപാട് ലോണൊക്കെ എടുത്ത് ചെയ്യുക. ശരിക്കും ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിയറിറ്റിക്കലി പഠിക്കാൻ പറ്റുന്ന കാര്യമില്ല, പ്രാക്ടിക്കലി തന്നെ ചെയ്യണം. അപ്പോൾ എൻ്റെ കറക്റ്റ് ഇന്റൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ചെയ്ത് പഠിക്കണം, പക്ഷേ എൻ്റെ ഫിനാൻഷ്യൽ ഉള്ള ലിമിറ്റേഷൻ ലിമിറ്റേഷന്റെ അകത്തൊന്നും ചെയ്യണം. ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തുള്ളത് എനിക്ക് ഏറ്റവും ഈസിയസ്റ്റ് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന സാധനം ചകിരിയായിരുന്നു. അപ്പോൾ ചകിരി ഞാൻ ഏറ്റവും അതിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കിംഗ് ആയിരുന്നു, പിന്നെ ഡിസ്പാച്ചിങ് കാര്യങ്ങൾ അത്ര രീതിയിലായിരുന്നു. ഈവൻ ദോ ഞാൻ അതിന്റെ GST എടുത്തിട്ടുള്ളൂ എൻ്റെ വീടിന്റെ പേരിലായിരുന്നു. ഉം. അത്രത്തിലൊക്കെ എത്ര മിനിമൈസ് ചെയ്യാൻ പറ്റും എത്രത്തോളം മിനിമൈസ് ചെയ്തുകൊണ്ട് തന്നെ അതെനിക്ക് വലിയൊരു പാടായിരുന്നു. ഉം. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഓരോന്നിനും നമ്മൾ 1 by 1 പഠിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് അതിന് വലിയൊരു രീതിയിൽ എനിക്ക് ഏകദേശം ഒരു 10-15 lakhs റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ഡ്യൂറേഷന്റെ അകത്തായിരുന്നു actually? ഏകദേശം ഒരു 18 month ഒക്കെ വരുന്നുള്ളൂ, മാക്സിമം അത്രയൊക്കെ വരുന്നുള്ളൂ. കറക്റ്റ് അല്ല, Great. അതിനേക്കാൾ കുറവാണ് എന്തായാലും. കാരണം അപ്പോഴേക്കും ഇതൊന്നും ആളുകൾക്ക് അറിയുന്നില്ല. കാരണം കൊറോണ ശേഷം ശരിക്കും മലയാളി D2C എന്താണെന്നും ഈ ഓൺലൈൻ സാധനം വിൽക്കുക എന്നുള്ള Correct, correct. പറയുന്നില്ല. ശരിക്കും ഞാൻ ആ സമയത്ത് എന്തോ ബൈ ചാൻസ് കാണുകയും പഠിക്കുകയും ചെയ്തതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ഈസി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലപോലെ പൈസ ഉണ്ടാക്കി. പക്ഷേ കൊറോണ കഴിഞ്ഞപ്പോഴേക്കും ആളുകളൊക്കെ യൂട്യൂബിൽ ഇരുന്ന് കണ്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകളെ കൊണ്ടുവന്നും പല സാധനം വിൽക്കാൻ തുടങ്ങി. എനിക്കവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഒരു പാഠം പഠിച്ചു, സസ്റ്റൈനബിലിറ്റി ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റാർട്ടപ്പ്. അപ്പോൾ എനിക്കവിടെ വലിയ തോൽവിയാണ് ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. പിന്നെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ D2C മാർക്കറ്റിനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഭയങ്കര ഹൈലി പൊട്ടൻഷ്യൽ മാർക്കറ്റുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് D2C എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് D2Cയിൽ. ഞാൻ D2C ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അതിന് മുമ്പും അതിന് ശേഷം ഞാൻ 2-3 സ്റ്റാർട്ടപ്പുകൾ ഇംഗ്ലണ്ടിലുള്ളതും അതുപോലെ തന്നെ സ്വീഡനിലെ സ്റ്റാർട്ടപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് D2C തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കറിയാം അതിന്റെ എവിടെയൊക്കെ വരെയും പൊട്ടും എവിടെ നിന്നൊക്കെ ക്ലിയർ ചെയ്യാന്നുള്ള രീതിയിൽ ആ ഒരു ബിസിനസ് മോഡൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാന്ന് എനിക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്ന് യങ് ഓണ്ടർപ്രണേഴ്സ് ഒക്കെ ഈ D2Cയിൽ ഗൈഡൻസ് എടുക്കാൻ ലൈക്ക് ഫാസിലിനെ അപ്രോച്ച് ചെയ്യാറുണ്ടോ? ഞാൻ ശരിക്കും എന്നെ അധികം ആളുകൾ നാട്ടിലുള്ള ആളുകൾ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും. പക്ഷെ പല ആളുകൾ അറിയുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഈവൻ ദോ ഇപ്പൊ റീസെന്റ് ആണ് ഇത് കിട്ടിയതിന് ശേഷമാണ് ശരിക്കും ആളുകൾ അറിയുന്നത്. ഓക്കെ, ഞാൻ സംതിങ് ഡീഡ്. അതിന് മുമ്പ് എല്ലാവരും അറിയുന്നുള്ളത് ഓക്കെ ഞാൻ എവിടെയോ ആണ് നാട്ടിൽ. ഞാൻ ശരിക്കും 2015 ശേഷം ഞാൻ നാട്ടിൽ നിന്നിട്ടില്ല. അതിനുശേഷം ഫുള്ള് ട്രാവലിങ്ങും അല്ലെങ്കിൽ പുറത്തുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ എന്താണ് ചെയ്തത് വേറെ ഒന്നും ആളുകൾക്ക് അറിയില്ല. ഇവൻ എപ്പോഴെങ്കിലും വരുന്നു പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ അത്ര അപ്രോച്ച് ചെയ്തിട്ടില്ല. ഇപ്പൊ റീസെന്റ് ഒക്കെ ആയിട്ട് ആളുകൾക്ക് അറിഞ്ഞു തുടങ്ങി. ഓക്കെ, വലിയൊരു തോൽവി തോറ്റ ഒരാൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യം പഠിക്കുക എന്ന രീതിയിൽ ഇപ്പൊ ആളുകൾ ചോദിച്ചു വരുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ അതിൽ ആൾക്കാർ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു LinkedIn കമ്മ്യൂണിറ്റി ഉണ്ട്, കേരള ലിങ്ക്. അപ്പൊ അതിലൊരു ആക്റ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ അത് ത്രൂ എനിക്ക് ഒരുപാട് ആളുകൾ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റിൽ അതുപോലെ ആളുകൾ എന്നെ പറ്റുന്നത് പോലെ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ കഥകൾക്കിടയിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യമുണ്ട്, നമ്മൾ ഓയോയുടെ ഫൗണ്ടർ ഓഫീസിൽ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് ടയർ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. എന്തൊക്കെ ലേണിംഗ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിന്ന് ആക്ച്വലി ഒരു ടേക്ക് അവേ ആയിട്ട് ഉണ്ടായിട്ടുള്ളത്? ഫസ്റ്റ് ഞാൻ പഠിച്ചത് ബി എ ഗുഡ് ലിസണർ. ഭയങ്കര ലിസണർ ആവുക, രണ്ടാമത്തെ ഭയങ്കര പൊളൈറ്റ് ആവുക. ഈ 2 കാര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് പഠിച്ചിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞിട്ടായിരുന്നു, ഞാൻ
അതുപോലെ തന്നെ അവിടെ സെക്യൂരിറ്റി ഗാർഡ് ഇരിക്കുന്ന 2-3 പേര്, പിന്നെ അവിടെ സ്വീപ്പർ 2-3 ആന്റിമാർ, അവരല്ലാതെ ബാക്കി എല്ലാ ആളുകളും NIT-ന്നും BIT-ന്നും IIM-ന്നും എല്ലായിടത്തും പഠിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞാൻ റഹ്മാനിയ കോഴിക്കോട് എന്ന സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടുത്തെ ഏറ്റവും ഏറ്റവും ലാസ്റ്റ് 49 പേര് 49ാമത്തെ ആളായിരുന്നു ഞാൻ. അപ്പോൾ അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാം വന്ന് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അവർ NIT-ക്കും IIT പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി നോക്കുന്നുള്ളത്. ശരിക്കും അന്നൊക്കെ NIT IIT എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. എന്തോ 2 TT എന്ന് മാത്രമേ കേൾക്കാറുള്ളൂ. ശരിക്കും കാലങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ യോയോയിൽ പോയ സമയത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന്മാരൊക്കെ ഇവിടെ പോയി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രമാത്രം. പക്ഷേ അതിനൊരു എക്സ്പോഷർ ഉണ്ട് കേട്ടോ. അവർക്ക് ഹൈലി ക്വാളിഫൈഡ് ആളുകളാണ്, പക്ഷേ അടിപൊളി ബ്രില്യൻ്റ് ആളുകൾ, അവരെ ക്വാളിറ്റി അടിപൊളി. അപ്പോൾ അത്ര ആളുകളെ കൂടെ നിന്ന് പഠിച്ച സമയത്ത് ശരിക്കും ഞാൻ അവിടുത്തെ യങ്ങർ ആയിരുന്നു. എല്ലാ ആളുകളും 1-2 സ്റ്റാർട്ടപ്പ് ചെയ്ത് വന്ന് കഴിഞ്ഞ ആളുകൾ, അതല്ലെങ്കിൽ ഫെയിലർ ആയ ആളുകൾ, ഹൈലി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. അപ്പോൾ അവരെ കൂടെ എന്ന സമയത്ത് മനസ്സിലായി ഒന്നല്ല ഒരുപാട് പഠിക്കാണ്ട്. ശരിക്കും ഞാൻ അവിടുത്തെ 4-5 MBA എടുത്തതുപോലെയാണ് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ടായിരുന്നുള്ളത്. ഒരുപാട് കാര്യങ്ങളിൽ പ്രൊഡക്റ്റ് ആണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിലും മോസ്റ്റ്ലി ഞാൻ പഠിച്ചിട്ടുള്ളത് കസ്റ്റമർ പ്രോസ്പെക്റ്റീവ് ചിന്തിക്കുക എന്നുള്ളത്. അത് എനിക്കറിയാം അതിലെനിക്ക് എന്തിനാണ് ബീറ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമർ പ്രോസ്പെക്റ്റീവ് ചിന്തിക്കുക, അവർക്കുള്ള രീതി ഒരു പ്രൊഡക്റ്റിനെ ഡെലിവറി ചെയ്യുക എന്നുള്ളത്. പല ആളുകൾക്കും തെറ്റിപ്പോകുന്നത് അത് തന്നെയാണ്, കസ്റ്റമർ പ്രോസ്പെക്റ്റീവിൽ ഒരു സംഭവത്തെ ഡെലിവറി ചെയ്യാൻ പറ്റാതിരിക്കുന്നുള്ളത്. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ പ്രൊഡക്റ്റ് ഇത് ബെസ്റ്റ് ആണ് എന്നുള്ളത്. അതെനിക്ക് അവിടെ നിന്ന് ഏറ്റവും വലിയ ലേണിംഗ് ആയിരുന്നു. കാരണം അവിടുത്തെ ഒരു ഓയോ ഹോം സെഗ്മെന്റ് ആയിരുന്നു ഞാൻ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ലീഡ് ചെയ്ത്, പിന്നെ ഇന്ത്യയും പിന്നെ മലേഷ്യയും അങ്ങനെ മാറി എനിക്ക് അപ്ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലേണിംഗ് ഇതായിരുന്നു. ഈ കേരളത്തിലെ ആളുകൾക്ക് ഉള്ള പ്രോസ്പെക്റ്റീവ് അല്ല, ഇനി നേരെ ചെന്നൈയിലോട്ട് വന്നു, ബാംഗ്ലൂർ, ഹൈദരാബാദ്, അങ്ങനെ ഓരോ സ്ഥലത്ത് കൾച്ചറൽ ഡിഫറൻസ് എന്തായാലും. അപ്പോൾ D2C ആണെങ്കിലും ഇനി എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആർക്കാണ് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പോകുന്നത്, അവരുടെ മെന്റാലിറ്റി എന്താണ്, അവരുടെ തോട്ട് എന്താണ്. ഇപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ചിന്തിക്കൂ, ഞാനൊരു 4 ആളെ പോലെ മാറി മാറി ചിന്തിക്കും. ഓക്കെ, ഇനി ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും, ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും, ഇങ്ങനെ പറ്റും, ഇങ്ങനെ പറ്റും. കാരണം അത് ഞാനിപ്പോൾ എന്നെ മുന്നോട്ടുള്ള സമയങ്ങളിൽ എനിക്ക് കുറെ കൂടി പരാജയത്തിൽ നിന്ന് കുറച്ചൊക്കെ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കുറെ പഠനങ്ങൾ എന്നുള്ള പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്കാണ് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് കുറച്ചു കാലം ചകിരി വിറ്റു, അതെ, അതിനുശേഷം മണ്ണാണ് വിറ്റത്. അതെ 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 അതെ. എന്തായിരുന്നു അതിലോട്ടുള്ള ഒരു ജേണി? D2C പഠിച്ചു. അപ്പോൾ D2C എനിക്ക് മനസ്സിലായി ഇത് സംഭവം പൊളിയാണ്, ഒരു വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും വരുന്നില്ല, സെറ്റ് പരിപാടി എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അന്ന് ഓയോ തന്നെ വർക്ക് ചെയ്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അന്ന് ഞാൻ ഒരു ഇൻസിഡന്റ് പറഞ്ഞുതരാം. ഞാൻ ഓയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. ഒരു വലിയൊരു കവറിൽ നിറച്ചും എന്തോ ഈ മണ്ണെന്ന് പിന്നീട് മനസ്സിലായിട്ടുള്ള വലിയ കവർ നിറച്ചു എന്തോ സാധനമായിട്ട് മെട്രോയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോദിച്ചു ആളുകളെ കണ്ട സംസാരിക്കും, എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ല, എന്നാലും ഞാൻ പോയി വെറുതെ മുട്ടി സംസാരിക്കുക. അപ്പോൾ പറഞ്ഞ് ഇത് ഇങ്ങനെയാണ്, മണ്ണാണെന്നും മിട്ടിയാണെന്നും ഒരു ബീഹാറിൽ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി പോലെ പറഞ്ഞ കമ്മ്യൂണിറ്റി താമസിക്കുന്ന ആളാണ്, അവിടെ മണ്ണ് കിട്ടൂല. അപ്പോൾ മണ്ണ് കിട്ടൂല അല്ലേ. അപ്പോൾ എനിക്ക് സംഭവം ഒരു ക്യൂരിയസ് ആയിട്ട് അവിടെ വെച്ച് പിന്നെ ഞാനങ്ങ് മറന്ന്. പക്ഷെ പിന്നീട് ഇത് ചെയ്ത ശേഷം എനിക്ക് മനസ്സിലായി അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, മണ്ണിന് ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് മണ്ണ് ശരിയാണല്ലോ, ഗ്യാപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ് അതെ അതെ ഇതിന്റെ ഒരു ഫണ്ടമെന്റൽസ്. മണ്ണുണ്ട്, ആ മണ്ണിനാണ് എനിക്ക് ഈസിയാ സോഴ്സ് ചെയ്യാൻ പറ്റൂ. ഞാൻ അഗെയിൻ ചിന്തിച്ചു എന്റെ കാറ്റഗറി പെട്ടാണ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. കാരണം ഞാൻ എല്ലായിടത്തും ഉണ്ടല്ലോ. അതെ, ഞാൻ എപ്പോഴും ചിന്തിക്കാതാണ് ഒരു മിനിമത്തിൽ ആൻഡ് ബിലോ മിനിമത്തിൽ കാര്യത്തെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ചിലപ്പോൾ അതായിരിക്കും ഞാൻ ഇത്ര എത്താനുള്ളൊരു ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. മണ്ണ്. അപ്പോൾ മണ്ണത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങി, എങ്ങനെ ചെയ്യാൻ പറ്റും, ചുവന്ന മണ്ണിന് അല്ലാത്ത കറുത്ത മണ്ണുണ്ട്, അതിലെങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൽ ഞാൻ എന്തിനായിരുന്നു ഈ മണ്ണ് ശരിക്കും അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ശരിക്കും അവർ ഈ ഒരു അപ്പാർട്ട്മെന്റിലൊക്കെ ചെടി നടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. പക്ഷേങ്കിൽ അതിൽ ഞാൻ വേറെ ഒരു സംഭവം അപ്ഗ്രേഡ് ചെയ്ത്, അതായത് മണ്ണ് മാത്രം കിട്ടിയ കൊണ്ട് കാര്യമില്ല, ചിലപ്പോൾ മണ്ണിന്റെ കൂടെ വളമൊക്കെ പിന്നീട് വാങ്ങേണ്ടി വരും. അപ്പോൾ ഞാൻ കാര്യം ചെയ്ത് ഓർഗാനിക്കലി കുറച്ച് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ക്രിയേറ്റ് ചെയ്ത് കുറെ രാസവസ്തുക്കൾ, അതായത് ഓർഗാനിക് രാസവസ്തുക്കൾ ചേർക്കാത്ത ഓർഗാനിക്കലി കുറെ സാധനങ്ങൾ, ചാണകപ്പൊടിയും ചകിരിയും കാര്യങ്ങളൊക്കെ ചേർത്ത രീതിയിൽ ഈ മണ്ണിന്റെ കൂടെ ഇത് ചേർത്ത് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റി. അപ്പോൾ ആളുകൾക്ക് പറഞ്ഞു ഇത് പ്ലഗ് ആൻഡ് പ്ലേ പ്രൊഡക്റ്റ് ആണ്, അതായത് നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് നേരെ ചെടി എടുത്തിട്ട് കുത്തിയാൽ മതി, പിന്നെ നിങ്ങൾ ഇതിന് കൂടെ വളം ഇടാനോ വേറൊന്നിനും ആവശ്യം വരുന്നില്ല. അപ്പോൾ ആള് കുറച്ചുകൂടി ക്യൂരിയസ്, കൊള്ളാലോ. എനിക്ക് കൊൽക്കത്തയിൽ നിന്നല്ല ഒരാളുണ്ടായിരുന്നു, അയാൾ B2B, അതായത് ആമസോണിൽ സെല്ല് ചെയ്ത് നമ്പർ കണക്ട് ചെയ്ത് അയാൾ എന്നെ വിളിക്കുക. ഞാൻ ആമസോണിൽ ഏതൊരാളാണെങ്കിൽ ഞാൻ ബാക്ക് ആൻഡ് ട്രൈ ചെയ്യും, മുട്ടി നോക്കും എന്ത് വേണം ആവശ്യമുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ റിവ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെസ്സേജ് അയച്ചു വെക്കും, സാർ റിവ്യൂ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും അത് ചെയ്യരുത് ആമസോണിൽ, പക്ഷേ ഞാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളിന്റെ B2B സെല്ലറായിരുന്നു, വാങ്ങിക്കായിരുന്നു കുറെ സാധനങ്ങൾ. അപ്പോൾ എന്റെ പ്രൊഡക്റ്റ് ഇത്രത്തോളം ഡിമാൻഡ്. ഇത് ഉണ്ടാക്കുന്ന കോമഡിയാണ്, കാരണം ഈ ചാണകം എല്ലാം പൊടിച്ച് രാവിലെ തന്നെ ചകിരിയൊക്കെ എടുത്ത് ഞാൻ വീട്ടിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. രാവിലെ എണീറ്റ് ഇതൊക്കെയാണ് പരിപാടി, ഫുള്ള് മണ്ണും ചെളിയൊക്കെ ആയിരിക്കും, ട്രൗസറൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഉച്ച ശേഷം ഞാൻ ഫുള്ള് പാന്റും സ്യൂട്ടൊക്കെ ഇട്ട് പുറത്തിറങ്ങും,
ഫൗണ്ടർ എന്നുള്ള രീതിയിൽ. ഇത് ആക്ച്വലി എവിടെ നിന്നായിരുന്നു? വീട്ടിലായിരുന്നു ആ സമയത്ത്? ശരിക്കും വീട്ടിലുള്ള സമയത്ത്, കൊറോണ കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ സെറ്റ് അതായത് ഇങ്ങനെ ഫേസ് വേണം ശരിക്കും. ഏതൊരു ഫൗണ്ടേഴ്സും ഇങ്ങനെ ശരിക്കും ഞാൻ പറഞ്ഞ നിലത്ത് കടന്ന് പെരളണം. അപ്പോൾ മാത്രമേ കുറെ ലേണിങ്സ് ഉണ്ടാവും. അപ്പൊ ശരിക്കും ഞാൻ പറയണം, ഓക്കെ ഞാൻ ഈ പ്രൊഡക്റ്റ് വേറെ ഇടുന്ന സോഴ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പറയും, ഓക്കെ ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇട്ട് അത് ലാസ്റ്റിങ് കിട്ടത്തില്ല. കാരണം എന്റെ കസ്റ്റമർ എന്താ വേണ്ടത് എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഈ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണം. ആദ്യം മണ്ണ് വിറ്റു, മണ്ണ് എനിക്ക് മനസ്സിലാക്കി ഇങ്ങനെ സംഭവം ഉണ്ട്, ഇത് കൂടി ആഡ് ചെയ്ത് എന്തുകൊണ്ട് കുറച്ചുകൂടി കുറച്ചും കൂടി ഒരു വാലിഡേഷൻ ആണല്ലോ. കൊണ്ടുവരാൻ പറ്റൂല. അങ്ങനെ അപ്പൊ ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഒരു ഗ്യാപ്പ്. നമ്മളെ ഇതില്ലേ ഞങ്ങള് ഇതിന് പറയാ ഈ ഹാഷ് പൗഡർ എന്ന് പറയല്ല, നിങ്ങൾ എന്ത് വെണ്ണീർ എന്നൊക്കെ പറയാറില്ല. അപ്പൊ ആ സംഭവം എനിക്ക് ഓക്കെ ഇത് ആമസോൺ നോക്കും വളരെ കുറവാണ്. ഈ വളരെ കുറവ് ആളുകളാണ് ഈ ഹാഷ് പൗഡർ വെക്കുന്നുള്ളത്. അപ്പൊ ഞാൻ അടുത്ത പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു, ഹാഷ് പൗഡർ. ദ ഹാഷ് എന്നും പറഞ്ഞ് ഇപ്പൊ ഇത് അന്ന് ഈ ക്യാൻ ഉള്ളത് കൊണ്ട് എല്ലാ സംഭവം ഈസിയാണ്. കാരണം പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്, ഡിസൈൻ ചെയ്യുന്നത് ഞാനാണ്, ബാക്കി കാര്യങ്ങൾ സകല A to Z ഞാനാ ചെയ്യുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 1 month ആണ്. പക്ഷെ അത് ചെയ്യരുത് എന്നുള്ള പിന്നീട് മനസ്സിലായി, കാരണം പൊട്ടത്തരാണ്. പക്ഷെ എങ്കിൽ ഞാൻ അതേ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ രാവിലെ എണീക്കും, അതുപോലെ രാവിലെ ആകുമ്പോഴേക്കും ഉറങ്ങുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട്. അപ്പോഴേക്കും പിന്നെ രാവിലെ കുറച്ച് സമയം ഉറങ്ങി, പിന്നീട് സെയിം റൊട്ടീൻ പരിപാടിയായിരുന്നു. പക്ഷെ അതും പറഞ്ഞതുപോലെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് റവന്യൂ മേക്ക് ചെയ്തു. റവന്യൂ സിമിലർലി എനിക്ക് അതിനേക്കാണ് കൂടുതൽ മേക്ക് ചെയ്തതിലൂടെ കാരണം പ്രൈസ് കൂടുതലായിരുന്നു സോയിലായ സമയത്ത്. പക്ഷേ ഇത് ഡെലിവറി കുറച്ച് ഡിഫിക്കൽട്ട്, കാരണം വെയിറ്റ് കൂടുതലായിരുന്നു. ഇപ്പൊ വെയിറ്റ് കൂടിയ സമയത്ത് നമ്മൾ 2-3 ഓപ്ഷൻസ് ഉണ്ട്. DHL പോലെ സംഭവം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് ഫസ്റ്റ് ഞാൻ കുറച്ചുകൂടി DTDC ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സോ DHL DTC ഉപയോഗിച്ചു. പക്ഷെ അത് കുറച്ച് കോസ്റ്റ് കൂടുതലായിരുന്നു. അപ്പൊ എനിക്ക് ഇതിന് വരുന്ന സമയത്ത് ഇത് അത്രത്തോളം വെയിറ്റ് ഉണ്ടെങ്കിൽ നല്ല കോസ്റ്റ് ആവും DTDC അല്ല. അപ്പം നോക്കിയ സമയത്ത് ഇന്ത്യൻ പോസ്റ്റ് ദ ബെസ്റ്റ്, ഭയങ്കര ചീപ്പ്, ഒരു കുഴപ്പമില്ല, പതിയെ അങ്ങ് എത്തിക്കോളും. അപ്പൊ ഞാൻ പതിയെ എത്തിക്കും സംഭവം എത്തും. അതാണ് സംഭവം അവിടെ എത്തിക്കോളും. അതുപോലെ തന്നെ ചീപ്പാണ്. എന്നെ സംബന്ധിച്ചോളം ചീപ്പറാണ് ഫസ്റ്റ് പ്രിഫറൻസ്. കാരണം എനിക്ക് അത്രത്തോളം ഇതിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം 2-3 കിലോ ഉള്ള മണ്ണെടുത്തിട്ട് ഞാൻ DTDC വിറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കാൻ എനിക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാനുണ്ടാവില്ല. എന്റെ ഒത്തിരി നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് വേണമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇന്ത്യൻ പോസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാൻ തുടങ്ങി. അതിലൂടെ സാധനം വിൽക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ ഇത് പറഞ്ഞതുപോലെ തന്നെ ആളുകൾക്ക് അന്തം വെച്ചു, ആളുകൾ കൊണ്ടുവന്ന് പല പ്രൊഡക്റ്റ് കൊണ്ട് വിൽക്കാൻ തുടങ്ങി. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ മാർക്കറ്റിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ ഞാൻ ഒരു പാഠം പഠിച്ച്, സസ്റ്റൈനബിലിറ്റി കൂടാതെ തന്നെ നമുക്ക് കുറച്ചുകൂടി മാർക്കറ്റിനെ കുറിച്ച് നല്ല അവയർനെസ് വേണം. മുന്നോട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയി ചിന്തിക്കാൻ പറ്റണം, അവിടെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും, സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ പ്രൊഡക്റ്റിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് കുറെ കാര്യങ്ങൾ ഞാൻ വീണ്ടും പാഠം പഠിച്ച്. ഓക്കെ ഫൈൻ, ഇനി നടക്കുന്ന കേസ്. പക്ഷെ അപ്പോഴേക്കും ഫിനാൻഷ്യലി ഞാൻ ഓക്കെ ആയി, പൈസ ഉണ്ട്. പക്ഷെ അപ്പോഴാണെങ്കിലും ഞാൻ എന്റെ ഫ്രണ്ട്സുകൾ ആരാണെങ്കിലും പറയും ഞാൻ ഭയങ്കര എച്ചിനെ പോലെ താമസിക്കുന്നത്. കാരണം പറയാൻ കാരണം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ ഉറുപ്പ്യ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാം അത് 1 രൂപ ആണെങ്കിലും 1 ലക്ഷം രൂപ ആണെങ്കിലും അതിന് എത്ര എഫേർട്ട് എത്ര ഉണ്ടെന്ന് അറിയാം. കാരണം ഇപ്പൊ ഞാൻ നിൽക്കുന്ന സമയത്ത് ബാക്കോട്ട് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇത്രയൊക്കെ ഞാൻ ട്രാവൽ ചെയ്ത് വന്നല്ലോ, എത്ര കൊണ്ടുവന്നല്ലോ. അപ്പോൾ സ്റ്റിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പൈസ വളരെ ലിമിറ്റഡ് ആയി ഉപയോഗിക്കുന്നുള്ളത്. ഓരോ രൂപയ്ക്കും എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ട്, ഇത് എന്തിനാ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ്. ഇപ്പോൾ റീസെന്റ് എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻ്റെ വൈഫാണെങ്കിൽ എന്നെക്കാണെങ്കിൽ അത്രത്തോളം ഫിനാൻഷ്യലി അത്രത്തോളം ശരിക്കും എനിക്കും എല്ലായിടത്തും പറയാനുള്ളത് തന്നെയാണ്, ഫിനാൻഷ്യലി മാനേജ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ എന്താണെങ്കിലും സസ്റ്റൈനബിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുള്ളൊരു ഒരു അൺവാണ്ടഡ് സ്പെൻഡിലേക്കും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാൻഡ് അല്ലാത്ത അല്ലെങ്കിൽ ROI നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വളരെ അധികം നമ്മളെ ബാക്ക് ഫയർ ചെയ്യും എന്നുള്ളത് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഒരു മിഡിൽ ക്ലാസ് പോലെ ഒരാളെ കാണുന്നുണ്ടെങ്കിൽ അങ്ങ് വീണ് പോകും, പിന്നെ പൊങ്ങാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് ആക്ച്വലി ഫാസിലും വന്നിട്ടുള്ളത്. സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേര് പുറത്തുമുണ്ട്. ഒരുപാട് പുതിയ ഐഡിയാസ് ഉണ്ടായിട്ട് അതിനെ ഒരു എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റിൽ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഇൻവെസ്റ്ററെ സീക്ക് ചെയ്യുന്നവരുണ്ടാവാം. അങ്ങനെ ഡിഫറെന്റ് സ്റ്റേജുകളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ എന്താണ് ആക്ച്വലി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് അവരോട് ഷെയർ ചെയ്യാനുള്ളത്? ഫസ്റ്റത്തെ ഞാൻ വീണ്ടും എനിക്ക് പറയാനുള്ളത്, എന്റർപ്രണർ ആവാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ലൈഫിൽ അതിന് വില്ലിങ് ആവുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ലൈഫ് ജേർണിയിൽ പറയുകയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് മുതൽ ഞാൻ പഠിച്ച എവിടെ ആണെങ്കിലും അന്നൊക്കെ ഒരു പ്രയാസങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. ലൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു എന്തെങ്കിലും ചെയ്യണം ആവണം എന്നൊക്കെ ഉള്ള രീതിയിൽ.
ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ സമ്മതിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ സ്ട്രഗിൾ ഭാഗമായിട്ട് എൻഡ് ഓഫ് ദ ടൈം മനസ്സിലാവും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. പിന്നീട് ഞാൻ ജോലിക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും അവിടെയൊക്കെ എൻ്റെ ഉള്ളിൽ ഒരു എന്റർപ്രണർ എവിടെയോ കടക്കുന്നത് കൊണ്ടാവാം സ്ട്രഗിൾ അന്ന് ഞാൻ സർവൈവ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് തവണ ഒരുപാട് ആളുകൾ കഴിച്ച ഭക്ഷണത്തിനെ ബാക്കി കഴിച്ച് ജീവിച്ചിട്ടുണ്ട്. ടു ബി ഹോണസ്റ്റ്, ലൈക്ക് ഞാൻ ഒരുപാട് സമയത്ത് ചെന്നൈയിലെ അമ്മാ മെസ്സിൽ മാത്രം ഫുഡ് കഴിച്ച് ജീവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതൊക്കെ ഭയങ്കര ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ലൈക്ക് എനിക്ക് അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്തിട്ട് പെട്ടെന്ന് അടുത്ത രീതിയിലോട്ട് ജോലി നോക്കിയോ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ഞാൻ ഇല്ല, എനിക്ക് എൻഡ് ഓഫ് ദ ഡേ എന്റർപ്രണർ ആവാന്നുള്ള മൈൻഡ് സെറ്റ് അല്ല, പക്ഷെ എനിക്ക് എന്തെങ്കിലും കുറച്ചും വേറെ എന്തെങ്കിലും എന്തിനന്ന് എനിക്ക് ഉത്തരമല്ല, പക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു തോട്ട്, എസ്പെഷ്യലി അന്നത്തെ തോട്ടല്ലായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം ഞാനൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് അബ്രോഡ് യൂറോപ്പ് പോകണം എന്നുള്ളൊരു ഡ്രീമും കൊണ്ട് ഇറങ്ങിയ ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഇത്രത്തോളം ബുദ്ധിമുട്ടിൽ ഇങ്ങനത്തെ രീതിയിൽ എത്തിപ്പെടാനുള്ള കാരണമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെന്നൈ പോയ സമയത്തെല്ലാം എനിക്കൊരു ഒരു ഹൈദരാബാദിലുള്ള ഒരാൾ കോഗ്നിസനിലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നുള്ളത്, പി ജിയിൽ താമസിക്കുന്നത്. അവിടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രം, ലഞ്ച് ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ കുറെ ദിവസവും ഞാനിങ്ങനെ ഫുഡ് കഴിക്കുന്നത് കണ്ടു ചോദിച്ചു എന്താണ്. അപ്പോൾ അയാൾ എല്ലാ ദിവസവും ലഞ്ച് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുക, ബാക്കി ഉണ്ടാവും, ബാക്കി കളയുക. അപ്പോൾ അയാൾ പറഞ്ഞ് എനിക്ക് നാളെ മുതൽ ലഞ്ച് കളയുന്നില്ല, ഞാൻ നിനക്ക് തരികയാണ്. ഞാനൊരു ആഡ് കണ്ടിട്ട് ഇങ്ങനെ ഒരു അറബി ഒരു ഭക്ഷണം പകുതി കൊടുത്തിട്ട് തിരിച്ച് ബാക്കിയുള്ള കഴിക്കുന്നത്. ലിറ്ററലി ഞാൻ അത് ഒരുപാട് കാലത്ത് അയാളെ ഭക്ഷണത്തിന്റെ ബാക്കി ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ രാവിലെ വിചാരിക്കും പഠിച്ചോറെ എന്നാ അയാൾ ഫുള്ള് ഭക്ഷണം കഴിക്കാതെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ ഉണ്ടാവില്ലല്ലോ എന്നുള്ളത്. അതായത് ലൈഫിൽ നമ്മളിപ്പം കാണുന്ന പല കാര്യങ്ങളും ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കൂടാതെ തന്നെ അവിടുന്ന് തന്നെ പുറത്താക്കി, റെന്റ് കൊടുക്കാൻ പൈസ ഇല്ലാണ്ട്. അങ്ങനെ ഞാൻ പുറത്തേക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എല്ലാ നമ്പറോടും കുത്തി വിളിച്ച് എങ്ങനെയാണ് അവിടെ ഏറ്റവും കുറഞ്ഞ റൂം റെന്റിൽ അവിടെ ബസ് സ്റ്റോപ്പിലെല്ലാം സെക്യൂരിറ്റി വെച്ച് വെക്കും. ഇങ്ങനെ പി ജി ഉണ്ടാവും. അപ്പോൾ ഒരു അണ്ണൻ വന്ന ഒരു യൂണിക്കോൺ ബൈക്കിൽ എന്നെ പറഞ്ഞു നിനക്ക് പൈസ ഒന്നും വേണ്ട, നീ ഇവിടെ താമസിച്ചാൽ മതി. കാരണം ഗോൾ അടിച്ചല്ലോ, പൈസ ഒന്നും വേണ്ട, സെറ്റ്. ഞാൻ ഓക്കെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അത് 3 നിലയുള്ളൊരു വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ആളുകൾ താമസിക്കുന്നുണ്ട്, സെക്കൻഡ് ഫ്ലോറിൽ ഒറ്റ ആളില്ല, തേർഡ് ഫ്ലോറിൽ ഫാമിലി താമസിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാം, നല്ല അടിപൊളി സംഭവം. സെക്കൻഡ് ഫ്ലോർ ഞാൻ പോയ സമയത്ത് നോക്കി അവിടെ ആരും തന്നെ അല്ല, കുറച്ച് പഴയതായിട്ടുള്ള നിലത്തൊക്കെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഉള്ളിൽ നിന്ന് ഒരു പേടി, എന്താണ് ആളെ താമസിക്കുമ്പോൾ ഒരു ഇടുങ്ങിയ റൂം പിന്നെ കൊണ്ടുവച്ചാൽ, ഇടുങ്ങിയ റൂമല്ല ഒരു റൂം, അവിടെ 4-5 ബെഡൊക്കെ ഇട്ടിട്ട് അവൻ അവിടെ കിടന്നോളാൻ വേണ്ടി ഞാൻ കിടന്ന്. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക് തോന്നി, പേടിയായിട്ടായിരിക്കും ആടെ ആളില്ലാത്തത് കൊണ്ട്. അപ്പോൾ അയാൾ ഞാൻ പറഞ്ഞു ഞാൻ ലേറ്റ് ഇട്ടൊക്കെ അടുക്കുക എന്നൊക്കെ പറഞ്ഞ സമയത്ത് പിറ്റേ എന്നോട് ചോദിച്ചു നീ എന്താ ഉറങ്ങാതെ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ, ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലേ? ഉറങ്ങാൻ പറ്റുന്നുണ്ട്, സെറ്റ്. അപ്പോൾ അയാൾ പറഞ്ഞു കുറച്ച് മുമ്പ് ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇനി ഫ്രീ ആയിട്ട് റൂം തരുന്നുള്ളത്. നീ അവിടെ ഒരു 1 വീക്ക് താമസിച്ച് സ്റ്റേ ചെയ്ത് കാണിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒറ്റ ദിവസം പൈസ തരണ്ട, ഞാൻ ബാക്കിയുള്ള ആളുകൾക്ക് നീ പറഞ്ഞു കൊടുക്കണം, ഇവിടെ ആ റൂം താമസിച്ചാൽ പ്രേതത്തിന്റെ ശല്യമിട്ടില്ല. ഞാൻ അപ്പോഴാ കാണുന്നത് എന്താണ് ചെങ്ങ എൻ്റെ അടുത്ത് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന്. ശരിക്കും അന്ന് എൻ്റെ പീക്കായിരുന്നു. എനിക്ക് അതല്ലെങ്കിൽ റോഡ് പോയി കിടക്കേണ്ടി വരികയായിരുന്നു, അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് മാത്രമേ ആയിരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഡെയിലി രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ കണ്ണും തുറച്ച് ഇങ്ങനെ കിടക്കും, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പകലെപ്പോഴെങ്കിലും പോയിട്ട് ഹാളെല്ലാം പോയിട്ട് പതിയെ പേപ്പറിൽ വെച്ച് അവിടെ കിടക്കുകയും ചെയ്യാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രഗിളിന്റെ പീക്ക്, ലൈക്ക് ഫിനാൻഷ്യലി മാത്രമല്ല സ്ട്രഗിൾ എന്ന് പറയുന്നുള്ളത്, ലൈഫിൽ ഒരുപാട് ഡിഫറെന്റ് രീതിയിലുള്ള സ്ട്രഗിൾസ് ഉണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ എടുക്കാൻ, അല്ലെങ്കിൽ തോൽവിയെ അഭിമുഖീകരിക്കാൻ, തോൽവിയെ ഇങ്ങനെ നിന്നിട്ട് അതിനെ ബീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് നമ്മൾ ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രഗിൾ നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരണം. അത് പഠിക്കുന്നിടത്താണെങ്കിലും ശരി, വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും ശരി, എവിടെ ആണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും അപ്പം അങ്ങനെ ഉണ്ടാവും. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഓക്കെ അതിന് അത്ര എന്ത് വരില്ലല്ലോ, അതിനൊക്കെ ചെറുതല്ല ഇത് വരുള്ളൂ, ഇതെനിക്ക് പ്രശ്നമല്ല അല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എനിക്ക് ഇപ്പോഴത്തെ എന്റർപ്രണേഴ്സിനോട് പറയാനുള്ളത്. സ്ട്രഗിൾ ചെയ്യണം. നമുക്ക് ഒരു കോഴ്സ് എടുത്ത് സ്ട്രഗിളിന്റെ ഒരു കോഴ്സ് ഒന്നുമില്ല, റിയൽ ലൈഫിൽ സ്ട്രഗിൾ എടുക്കുക. അപ്പൊ അത് പല ഡിഫറെന്റ് രീതിയിലേക്ക് വരുന്നുണ്ടാവുക. അത് നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ പാഠങ്ങൾ പഠിക്കും. അത് നിങ്ങൾക്ക് അടുത്തുള്ള കാര്യങ്ങളോട് മുന്നോട്ടുള്ള ജീവിതത്തിലോട്ട് കുറച്ചുകൂടി ഒരു മുതൽക്കൂട്ടായി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ ഒരു സ്ട്രഗ്ലിംഗ് എൻ്റയർ ജേർണിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട്? ആരൊക്കെ ഉണ്ടായിരുന്നു? ഓക്കെ, എൻ്റെ ഒരു എൻ്റെ ലൈഫിൽ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പാരൻസിനൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ താത്തമാരാണ്. ഫൗസിയ, ഫസീല എന്ന് പറയും. അവരാണ് എല്ലാ കാര്യത്തിലും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് എന്നുള്ളത്. അപ്പോൾ അവർ എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ 100% ഷുവറാണ്. കാരണം ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് അവർക്കുള്ളതാണ്. പിന്നെ എൻ്റെ കോ ഫൗണ്ടർ ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവരൊക്കെ എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നിട്ട് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ആളുകളാണ്. അപ്പോൾ
എനിക്കറിയാം. എനിക്കിപ്പോ എന്തെങ്കിലും കാര്യത്തെ ഓപ്പണായി സംസാരിക്കണം നേരെ അവിടെ അടുത്ത് പോയി സംസാരിച്ചാൽ മതി. എനിക്ക് ഫ്രണ്ട്സ് എന്ന സർക്കിളൊക്കെ വളരെ കുറവാണ്. എസ്പെഷ്യലി നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ എനിക്ക് ഫ്രണ്ട്സ് ഇപ്പോൾ പല ആളുകളും "അവന് ഭയങ്കര ഫ്രണ്ടാണ്, ചങ്കാണ്, ബഡ്ഡി" എന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് അത്രത്തോളം വലിയ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാറില്ല. ലൈക്ക് എല്ലാ ആളുകളും ദേ ആർ മൈ ബ്രദേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്സ് എന്ന് അത്രത്തോളം ഞാൻ ആ ഒരു രീതിയിൽ കാണാറില്ല ശരിക്കും. അല്ല, ദേ ആർ മൈ ബ്രദേഴ്സ് എന്നുള്ള രീതിയിൽ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് റെസ്പെക്ട് ചെയ്തിട്ട്, അതല്ലാതെ വേറൊരു ഇപ്പോഴത്തുള്ള ഒരാൾ ചെയ്യുന്നത് പോലെ മോശമായിട്ടെന്നല്ല, എനിക്ക് ഡൈജസ്റ്റ് ആദ്യം ഇപ്പോൾ ഞാൻ സ്വന്തം വൈബ് ആയത് കൊണ്ടാവാം. പിന്നെ എൻ്റെ വൈഫ് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് എൻഗേജ്. അപ്പോൾ അവളും അടിപൊളി സപ്പോർട്ടാണ്, ലൈക്ക് മെൻ്റലി സപ്പോർട്ട്. അപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് 30 വയസ്സ് ആയപ്പോൾ ശേഷം ഞാൻ എൻ്റെ കല്യാണം കഴിച്ചില്ല. അതിന് മുമ്പ് 10-26 വയസ്സൊക്കെ ഉള്ള എൻ്റെ കസിൻ ബ്രദേഴ്സൊക്കെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിയ ചലഞ്ചാണ്. കാരണം വീട്ടിൽ ചോദിക്കൂ, നീ കല്യാണം കഴിക്കുന്നില്ല, നീ നാട്ടിലോട്ട് തിരിഞ്ഞ് കളിച്ചു. കാരണം ആ സമയത്ത് ഫുൾ ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കുകയും ചെയ്യാറില്ല. അപ്പോൾ നീ ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചു, ഒന്നും ചെയ്യണ്ട. അപ്പോൾ ആ സമയം ഇപ്പോൾ വൈഫ് വന്ന സമയത്ത് എനിക്ക് ഗ്യാപ്പ് മനസ്സിലായി. അന്ന് വീട്ടുകാർ പറയായിരുന്നു എനിക്ക് മനസ്സിലാവില്ല, കല്യാണം കഴിച്ചാലേ മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ആ ഗ്യാപ്പ് മനസ്സിലായി. അവന് കിട്ടുന്ന സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ എൻ്റെ താത്തമാരാണെങ്കിലും ഇവരാണെങ്കിലും ഒക്കെ റിയലി ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഇനി മെൻഡിക്കയുടെ ഒരു നെക്സ്റ്റ് ഫേസ്? മെൻഡിക്ക് നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫണ്ടിങ് ഒക്കെ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ ഫണ്ടിങ് ഒന്നും ഇനി ആവശ്യമില്ല. ഇനി പ്രൊഡക്റ്റ് നമ്മൾ വിചാരിച്ചതുപോലെ ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ റിസർച്ച് കാര്യങ്ങൾ ഇനിയും ആവശ്യമുണ്ട്. അപ്പോൾ അതിലാണ് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട്, എന്നെ സമയത്തോളം അതിലാണ് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നുള്ളത്. അതല്ലാതെ ഇപ്പം ഒരു ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ആയിട്ട് വന്നിട്ടില്ല. എനിക്കിപ്പോഴും തോന്നുന്നുള്ളത് അതിന് കുറേ ഭാഗങ്ങളിൽ ഇനിയും നല്ലതുപോലെ മോൾഡ് ചെയ്യാണ്ട് അല്ലെങ്കിൽ പോളിഷ് ചെയ്യാണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളത്. കാരണം ഒരു 6 ഫേസ് ആയിട്ടാണ് ഇതിനെ ഇറക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതിന് വേണ്ടി പഠിക്കുന്നതും ഇപ്പോൾ ഞാനൊരു ഡിഗ്രിക്കാരനെ, എനിക്ക് വേണ്ടി ടീമിൽ വർക്ക് ചെയ്യുന്നില്ല NIT-യിലും IIT-യിലുള്ള ആളുകളാണ്. അപ്പോൾ ടേബിൾ ഹാവ് ടു ബി ചേഞ്ച്. നമ്മളങ്ങനെ എവിടുന്ന് വന്നതെന്നുള്ള പ്രശ്നമല്ല, അതൊക്കെ വലിയൊരു എക്സാമ്പിളാണ്. കാരണം നമ്മൾ വിചാരിക്കും NIT-യിലും IIT-യിലും പോയിട്ട് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ല. ഞാൻ കണ്ടില്ല, എന്നൊക്കെ വലിയൊരു എക്സാമ്പിളാണ്. സാധാരണ കോളേജിൽ പഠിച്ച് വന്നിട്ടുള്ള ഒരാൾ ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിത്തിൻ 1 or 2 ഇയേഴ്സ് നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. എനിവേ ഒരുപാട് ഇൻഫർമേഷൻസും നിങ്ങളുടെ ഒരു സ്റ്റോറി അറിയാൻ പറ്റി. അതുപോലെ തന്നെ ഇനിയും നമുക്ക് മുന്നോട്ടുള്ള ജേർണി മെൻഡിക്കയുടേത് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ എനിവേ താങ്ക് യു.